നമസ്കാരം, ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, ചന്ദനകുളം, ഇടപ്പാൾ. വളയംകുളത്ത് തൃശൂർ കുറ്റിപ്പുറം റോഡിൽ നിർമ്മിച്ച 2 ബസ് സ്റ്റോപ്പുകളുടെ ഉദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 19 ലക്ഷം രൂപ ചെലവിലാണ് ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചത്. എഞ്ചിനീയർ വിപിൻ, കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ കോൺട്രാക്ടർ PK ജംഷാദ്, P വിജയൻ, KV ഷഹീർ, K മാധവൻ, റഷീദ് പാവിട്ടപുറം, സുബ്രഹ്മണ്യൻ വളയംകുളം തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കന്ന് നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടതാണ്. കാരണം ഇവിടെ വളയംകുളത്തെ പഴയന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നിറയെ കുട്ടികളും നിറയെ യാത്രക്കാരും ഉള്ള സ്ഥലമാണ്. പണ്ടതൊന്നുമില്ല വളയംകുളത്തെ സംബന്ധിച്ചിടത്തോളം. ഏതാനും ബസ്സുകൾ മാത്രമേ എല്ലാ ബസ്സും നിൽക്കുന്ന സ്റ്റോപ്പായി മാറി. സ്വാഭാവികമായും ഇവർക്ക് ആളുകളുടെ ആവശ്യമുണ്ടായിട്ട് മഴ കൊള്ളാതെ ബസ് കയറാനും വെയിൽ കൊള്ളാതെ കുറച്ച് നേരം ഇരിക്കാനും പറ്റുന്ന രൂപത്തിലേക്കുള്ള ബസ് സ്റ്റോപ്പ് എന്ന ആശയത്തിന് ഇവർ ആവശ്യപ്പെട്ടപ്പോൾ അത് ഏറ്റവും ന്യായമാണ് എന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. നമുക്കിപ്പോൾ 2 ബസ് സ്റ്റോപ്പാണ് ചെയ്തത്. 19 ലക്ഷം രൂപയാണ് ഇതിന് ചെലവ്. അത് സമയബന്ധിതമായി ഭംഗിയായി പൂർത്തീകരിച്ച കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ, കോൺട്രാക്ടർ, അതുപോലെ തന്നെ നേതൃത്വം വഹിച്ചിട്ടുള്ള ബാക്കി പഞ്ചായത്തിലെ ഭാരവാഹികളായിരുന്നവർ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ, ഇവരെല്ലാവരും അത് മുൻകൈയെടുത്ത അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ വളയംകുളം പ്രദേശത്ത് കുറേ കാലമായിട്ട് ഇവിടെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. പക്ഷെ അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞൊരു പ്രാകൃത രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ MLA ആയി നന്ദേട്ടൻ വന്ന ആ സമയത്ത് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി വന്നത് പ്രസിഡന്റ് അടക്കമുള്ള ഷഹീറടക്കമുള്ള ആളുകൾ പറഞ്ഞ് നമുക്കിവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് വേണം എന്നുള്ളതാണ്. ഒരു വെയിറ്റിംഗ് ഷെഡാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ നന്ദേട്ടൻ 2 സൈഡിലേക്കും ഓരോ വെയിറ്റിംഗ് ഷെഡ് അനുവദിക്കേണ്ടതായിരുന്നു. അത് ഇവിടെ മാത്രം, നമ്മുടെ പ്രദേശത്ത് മാത്രമാണ് കിട്ടിയത്. ഇത് തന്നെയല്ല, ആലങ്കോട് പഞ്ചായത്തിൽ ഇതിനോ അപ്പുറം മാന്തരത്തിൽ ഒരു വെയിറ്റിംഗ് ഷെഡും കൂടെ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പണി നടക്കുന്നേ ഉള്ളൂ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് കെയർ. ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ 2ാമത്തെ ഷോറൂം ചങ്ങരംകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.